നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരാഴ്ച മാത്രം ഇനി തെരഞ്ഞെടുപ്പിന് അവശേഷിക്കെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉഷാറായി ഓടി നടക്കുന്നു. ഏതു വിധേനയും തങ്ങൾക്ക് അനുകൂലമായി വോട്ടുകൾ പെട്ടിയിൽ വീഴ്ത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഓരോ രാഷ്ട്രീയ കക്ഷികളും പ്രവർത്തനം ഊർജ്ജസ്വലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വടകര ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രചാരമേറിയ മണ്ഡലം തന്നെയാണ്. ഇടതുപക്ഷത്തിന് വടകര മണ്ഡലം കഴിഞ്ഞിട്ടേ മറ്റ് ഏതു മണ്ഡലവും ഉള്ളൂ. അഥവാ ഇടതുപക്ഷത്തിന്റെ പ്രസ്റ്റീജ് മണ്ഡലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വടകര തന്നെയാണ്. ഇക്കുറി വടകരയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ച, ഒരുപക്ഷെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്ന സ്ഥാനാർത്ഥിയും ശൈലജ ടീച്ചർ തന്നെയായിരുന്നു. ഒരു വേള ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ തന്നെയായിരുന്നു അന്ന് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ഉയർന്നു കേട്ടിരുന്ന വർത്തമാനം. എന്നാൽ മുഖ്യമന്ത്രി ആയില്ല, പകരം ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ. ഇന്ന് വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശൈലജ ടീച്ചറിനെ എതിരിടുന്നത് UDFിൽ നിന്നും ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവാണ്. വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് പത്മജ വേണുഗോപാൽ മാതൃസംഘടനയായ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചേക്കേറുന്നത്. ഇതേ തുടർന്ന് മുൻ മുഖ്യമന്ത്രിയായ കേരളം ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന ദിവംഗതനായ കെ കരുണാകരൻ്റെ തട്ടകം എന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന BJPയുടെ സുരേഷ് ഗോപി വിജയം കൊയ്യുമോ എന്നുള്ള പേടിയാൽ, അതായത് പത്മജ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചേക്കേറിയ അവസരത്തിൽ കരുണാകരൻ്റെ മണ്ഡലം എന്ന് അറിയപ്പെടുന്ന കരുണാകരൻ്റെ കുടുംബത്തിനേറെ സ്വാധീനമുള്ള തൃശ്ശൂരിൽ പത്മജ വന്നിറങ്ങിയാൽ BJPക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചാൽ അത് സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് ചെന്നെത്തും എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. കെ മുരളീധരൻ വടകരയിൽ നിന്നും മാറി തൃശ്ശൂരിലേക്ക് പോയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള വോട്ടുകളുള്ള വടകര മണ്ഡലത്തിൽ പിന്നെ കോൺഗ്രസിന് ആരെയാണ് മത്സരിപ്പിക്കേണ്ടത് എന്നുള്ള ആലോചനയായി. അങ്ങനെ മുസ്ലിം ലീഗിന് കൂടി സമ്മതനായ സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ എന്ന യുവ കോൺഗ്രസ്കാരനെ കണ്ടെത്തുകയായിരുന്നു. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തിയപ്പോൾ തന്നെ വടകര നിവാസികൾ അതിഗംഭീരമായ സ്വീകരണമാണ് ഷാഫിക്ക് ഒരുക്കിയത്. BJPയുടെ സ്ഥാനാർത്ഥിയും ത്രികോണ മത്സരത്തിൽ വടകരയിലുണ്ട്. എന്നാൽ ഷാഫിയും ശൈലജ ടീച്ചറും തമ്മിലാണ് യഥാർത്ഥ പോര് നടക്കുന്നത് എന്നാണ് വടകരയുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDFും UDFും തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്നു. പ്രചരണ പരിപാടിയിലുടനീളം കൃത്യമായ മേൽക്കൈയോടുകൂടി മുന്നോട്ട് പോയ ശൈലജ ടീച്ചറിന് പാനൂരിൽ അടുത്തിടെയുണ്ടായ ബോംബ് നിർമ്മാണത്തെ തുടർന്ന് പൊട്ടിത്തെറിയിൽ ഒരാൾ മരിക്കുകയും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയും മറ്റൊരാളുടെ കൈകാലുകൾ ഛേദിച്ചു പോവുകയും എല്ലാം ചെയ്ത അതിദാരുണമായ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം ശൈലജ ടീച്ചറിന് തെല്ലൊന്നുമല്ല പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. വടകരയിൽ ഏറെക്കുറെ ശൈലജ ടീച്ചറും ഇടതുപക്ഷവും വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ തന്നെയാണ് പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരാവട്ടെ എല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ തന്നെയാണ്. ഇത് ശൈലജ ടീച്ചറിന് പ്രചരണ വേദിയിൽ തെല്ലൊന്നുമല്ല തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത്, ഇപ്പോഴും തലവേദന ഉണ്ടാക്കുന്നത്. എന്നാൽ പാനൂരിൽ ബോംബ് നിർമ്മിച്ചത് DYFIക്കാരാണെന്നും CPMകാർ അവിടെ ഓടിയെത്തി സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിനിടെ പോലീസ് CPMകാരാണ് ബോംബുണ്ടാക്കിയതെന്ന് സംശയിക്കുകയായിരുന്നു എന്നുമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംശയരഹിതമായി തുറന്നടിച്ചത്. DYFI പ്രവർത്തകരാണല്ലോ ബോംബ് നിർമ്മിച്ചത് എന്ന് MP ഗോവിന്ദന് മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ DYFI എന്ന സംഘടനയുമായി CPMന് യാതൊരു തരത്തിലും ബന്ധമില്ല എന്നാണ് മുൻ DYFIയുടെ ചുമതലക്കാരനായിരുന്ന സെക്രട്ടറിയായിരുന്ന MP ഗോവിന്ദൻ തുറന്നടിച്ചത്. രാഷ്ട്രീയപരമായ ഒരു പാപ്പരത്വം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല എന്നാണ് പ്രതിപക്ഷ കക്ഷികളും MP ഗോവിന്ദൻ്റെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചത്. അതെന്ത് തന്നെയായാലും ബോംബുണ്ടാക്കിയത് DYFIക്കാരായാലും CPMകാരായാലും ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ പ്രചരണ രംഗത്ത് ഇത് വലിയൊരു ആയുധമാക്കി പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. ഇന്നും സജീവമായി പാനൂരിലെ ബോംബുണ്ടാക്കിയവരെയും ബോംബ് സ്ഫോടനത്തെയും ന്യായീകരിക്കുന്ന ഇടതുപക്ഷവും ഇനി വടകരയുടെ മണ്ണിൽ വേണ്ട എന്നുള്ള ചില തീരുമാനങ്ങൾ വടകരക്കാർ പറയുന്നതായും അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി വടകരയിൽ ശൈലജ ടീച്ചറുടെ മത്സരഫലം പരിങ്ങലിലായിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ അവസരത്തിലാണ് മറ്റൊരു വിവാദം തലപൊക്കി പുറത്തു വരുന്നത്. സൈബർ മീഡിയകളിലൂടെ
ശൈലജ ടീച്ചറിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ശൈലജ ടീച്ചറിന്റെ മുഖം മോർഫ് ചെയ്തുകൊണ്ട് മറ്റ് അശ്ലീല വീഡിയോകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ശൈലജ ടീച്ചറിന്റെ അശ്ലീല വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു എന്ന് ശൈലജ ടീച്ചർ പരാതിപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കുകയുണ്ടായി. എന്നാൽ ശൈലജ ടീച്ചർ പറയുന്ന തരത്തിൽ ടീച്ചറുടെ മുഖം മോർഫ് ചെയ്തുകൊണ്ട് മറ്റ് ഏതോ ഒരു അശ്ലീല ചിത്രത്തിന്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. ശൈലജ ടീച്ചർ വളരെ വികാരാധീനയായിക്കൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത്തരം കാര്യം പറയുന്നുണ്ടായിരുന്നു, കണ്ണീരണിയുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ എന്ന രീതിയിൽ തൻ്റെ പ്രായത്തെ പോലും മാനിക്കാതെ 70 വയസ്സോടടുത്ത് തന്നെ ഇങ്ങനെ ഒരു അശ്ലീല വീഡിയോയുമായി ബന്ധിപ്പിച്ച് തന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാണെന്നും വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിലിന്റെ FB പേജിലാണ് ഇത്തരത്തിൽ ആദ്യം ഒരു ചിത്രം ഉണ്ടായിരുന്നതും എന്ന് കൂടി ശൈലജ ടീച്ചർ വ്യക്തമാക്കിയുണ്ടായി. എന്നാൽ ഇതിനെതിരെ അതിശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലുമെല്ലാം ശൈലജ ടീച്ചറിന് എതിരെ വന്നത്. അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ശൈലജ ടീച്ചറിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടൂ, നമ്മൾ പരിശോധിക്കാം എന്നാണ് പറഞ്ഞത്. ഈ വാർത്ത പുറത്തു വന്ന് ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവായ സതീശൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. പാനൂരിൽ ബോംബുകളൊന്നും ഏൽക്കാതെ വന്നപ്പോൾ, ബോംബിന്റെ കഥകളൊക്കെ പാളിപ്പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നുണ ബോംബുകളുമായി ശൈലജ ടീച്ചറും CPM-ഉം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വന്നിരിക്കുന്നു. സഹതാപം പിടിച്ചുപറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണ് VD സതീശൻ ആഞ്ഞടിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചറിനെതിരെ, സ്ത്രീത്വത്തിനെതിരെ അങ്ങനെ ഒരു അവഹേളനപരമായ അശ്ലീല വീഡിയോ ആരെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഒരു കാരണവശാലും ശൈലജ ടീച്ചർ എന്നല്ല ഒരു സ്ത്രീക്കെതിരെയും അവഹേളനപരമായി ആരും അത്തരത്തിൽ പെരുമാറാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഇത് തന്നെയാണ് ഞങ്ങളുടെയും നയം. കഴിഞ്ഞ ദിവസം വടകരയിൽ ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ വടകരയുടെ MLA ആയ TP ചന്ദ്രശേഖരന്റെ വിധവ കൂടിയായ KK രമയും ഇത് തന്നെയാണ് പറഞ്ഞത്. ശൈലജ ടീച്ചർ പറയുന്ന തരത്തിൽ ഒരു അശ്ലീല വീഡിയോ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു അശ്ലീല വീഡിയോ ശൈലജ ടീച്ചറിന്റെ മുഖവുമായി മോർഫ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾ ശൈലജ ടീച്ചറിനോടൊപ്പം തന്നെയാണ് എന്നാണ് KK രമയും തൃക്കാക്കരയിലെ MLA ആയ ഉമാ തോമസും പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ ഇത്തരത്തിലൊരു അശ്ലീല വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് അതിന്മേൽ ഇതുവരെയും ഒരു നടപടി ഉണ്ടാകാത്തത് എന്നാണ് KK രമ ചോദിച്ചത്. ശൈലജ ടീച്ചറിന്റെ സ്വന്തം പാർട്ടിക്കാരനായ മുഖ്യമന്ത്രിയാണല്ലോ നാട് ഭരിക്കുന്നത്. ആ മുഖ്യമന്ത്രി തന്നെയാണല്ലോ പോലീസ് വകുപ്പായ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. സൈബർ സെല്ലും അതിന് കീഴിൽ തന്നെയാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ പോലീസുകാർക്കും സൈബർ സെല്ലുകാർക്കും ശൈലജ ടീച്ചറിനെതിരെ ഉണ്ട് എന്ന് പറയുന്ന ഈ അശ്ലീല വീഡിയോവിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത്? ശൈലജ ടീച്ചർ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രി എന്ത് നടപടിയാണ് ശൈലജ ടീച്ചർ കൊടുത്ത പരാതിയിന്മേൽ എടുത്തത് എന്നുള്ളത് വ്യക്തമാക്കണം എന്ന് തന്നെയാണ് KK രമ ആഞ്ഞടിച്ചത്. എന്നാൽ ഒരു കാരണവശാലും സ്ത്രീത്വത്തെ ഇങ്ങനെ അപമാനിക്കുന്നത് UDF-കാരുടെ കോൺഗ്രസ്സുകാരുടെ നയമല്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. ഇത് ഇടതുപക്ഷത്തിന്റെ സ്ഥിരം പരിപാടിയാണ്. ഏതെങ്കിലും അവസരത്തിൽ തോൽക്കും എന്ന് കാണുമ്പോൾ സഹതാപം പിടിച്ചു പറ്റുവാൻ വേണ്ടി ഇത്തരത്തിൽ പല നാടകങ്ങളും ഇറക്കും. ഇങ്ങനെയൊരു യഥാർത്ഥത്തിൽ അശ്ലീല വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ ക്ലിപ്പ് അടക്കമാണ് സൈബർ സെല്ലിന് പരാതി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ടത്. അഥവാ ഇത്തരത്തിലൊരു വീഡിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശൈലജ ടീച്ചർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ഷാഫി പറമ്പിലിന്റെ FB പേജിലൂടെയാണ് ഇത് വന്നത് എന്ന് പറയുമ്പോൾ ഇത് ഷാഫി പറമ്പിലിനെ എങ്കിലും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശൈലജ ടീച്ചർ ശ്രമിക്കേണ്ടതായിരുന്നു. അതിനുള്ള സാമാന്യ മര്യാദ ടീച്ചർ കാണിക്കേണ്ടതായിരുന്നു എന്നാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞത്. സ്ത്രീകൾക്കെതിരെ, സ്ത്രീത്വത്തിനെതിരെ എപ്പോഴും അശ്ലീല അഭിഷേകം നടത്തുന്ന, ഇടതുപക്ഷത്തിന്റെ അശ്ലീല അഭിഷേക അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന MM മണി ശൈലജ ടീച്ചർ കൂടിയിരുന്ന നിയമസഭയിൽ KK രമയ്ക്കെതിരെ അശ്ലീല പ്രയോഗം നടത്തിയപ്പോൾ, അശ്ലീല അഭിഷേകം നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലും എടുത്തു ചോദിച്ചത്. അന്ന് സ്ത്രീത്വത്തിനെതിരെ MM മണി അശ്ലീലാഭിഷേകം നടത്തിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ അശ്ലീലാഭിഷേക അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന MM മണിക്കെതിരെ ഒരു വാക്കുപോലും പറയാൻ സ്ത്രീത്വത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്ന ശൈലജ ടീച്ചറിന് അന്ന് നാവ് പൊങ്ങിയില്ലല്ലോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ശൈലജ ടീച്ചർ പറയുന്നത് എന്തർത്ഥത്തിലാണ്? ശൈലജ ടീച്ചറിനെതിരെ വാസ്തവത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ അതിന്റെ പിതൃത്വം യൂത്ത് കോൺഗ്രസിന്റെയോ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് ശൈലജ ടീച്ചർ വ്യാമോഹിക്കേണ്ട എന്ന് തന്നെയാണ്. ഇത് തെളിയിക്കേണ്ട ബാധ്യതയും ശൈലജ ടീച്ചറിന് തന്നെയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശൈലജ ടീച്ചറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. അടുത്ത കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ IC യൂണിറ്റിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്ന ഒരു യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റാഫ് നേഴ്സ്, മെയിൽ നേഴ്സ് ബലാത്സംഗം ചെയ്യുന്നത് കണ്ട അവിടുത്തെ
ജനറൽ നേഴ്സ് കൂടിയായ ഒരു ജീവനക്കാരി പരാതിപ്പെടുകയും അതിജീവിതയ്ക്കോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ സ്ത്രീപക്ഷക്കാർ സ്വീകരിച്ച നടപടി. ഇതിനെതിരെ ശൈലജ ടീച്ചർ എന്ത് നടപടിയെടുത്തു? ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയുന്ന ശൈലജ ടീച്ചർ അതിജീവിതയ്ക്കൊപ്പം നിന്ന് നേഴ്സിന് ജോലിയിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി സ്വീകരിക്കുവാനോ തൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടോ തൻ്റെ പാർട്ടിയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിനോടോ എന്തെങ്കിലും ഒരു വാക്ക് അഥവാ അവിടെ ശിക്ഷിക്കപ്പെട്ട നേഴ്സിന് വേണ്ടി സംസാരിക്കുവാനോ രേഖാമൂലം ഒരു പരാതി കൊടുക്കുവാനോ ശൈലജ ടീച്ചർക്കായോ? പിന്നെ ശൈലജ ടീച്ചർ എന്ത് തരത്തിലാണ് സ്ത്രീത്വത്തിനു വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് വടകര നിവാസികളും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. അപ്പോൾ വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ ഒരു അന്തരീക്ഷം സുഖകരമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായ അന്തരീക്ഷം അനുകൂലമല്ല, തോൽവിയിലേക്ക് പോകുന്നു എന്നുള്ള ഭയം കൊണ്ടാണ് ശൈലജ ടീച്ചറും ഇടതുപക്ഷവും ഇത്തരത്തിൽ കിംവദന്തികൾ നുണബോംബുകൾ പൊട്ടിക്കുന്നത് എന്നാണ് വി.ഡി. സതീശൻ അഭിപ്രായപ്പെടുന്നത്. എന്തിനേറെ കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ദിവംഗതനായ ഉമ്മൻചാണ്ടിയുടെ സീറ്റിൽ പുതുപ്പള്ളിയിൽ ഒഴിവ് വന്ന സീറ്റിലേക്ക് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ മത്സരിക്കുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചു ഉമ്മന് എതിരെ വരെ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ കൃത്യമായ സൈബർ ആക്രമണം നടത്തുകയുണ്ടായി, അശ്ലീലപരമായ സംസാരങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുകയുണ്ടായി. അതിനെതിരെ അന്നൊന്നും യാതൊരു അക്ഷരം പോലും ഒരു തരത്തിലും പ്രതികരിക്കാതിരുന്ന ശൈലജ ടീച്ചർ ഇപ്പോൾ ആരോ പടച്ചു വിട്ടു എന്ന് പറയപ്പെടുന്ന ഒരു അശ്ലീല വീഡിയോയിനെ കുറിച്ച് വിലപിക്കുന്നു. ഇതിൻ്റെ പിതൃത്വം കോൺഗ്രസിന്റെ തലയിൽ വച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് ശൈലജ ടീച്ചറിനെ പോലെ ഉന്നതയായ ഒരു നേതാവിന് ചേർന്നതല്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അപലപിക്കപ്പെടേണ്ടതാണ്. അത് ചെയ്തവർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. എന്നാൽ കോൺഗ്രസിന് അത്തരം ഒരു കാര്യത്തിൽ പങ്കില്ല. ഇങ്ങനെയൊരു അശ്ലീല വീഡിയോ ഉണ്ടോ എന്ന് പോലും ആർക്കറിയില്ല, ആരും കണ്ടതായി പോലും പറയുന്നില്ല. എന്നാൽ ആലത്തൂരിൽ മത്സരിക്കുന്ന രമ്യ ഹരിദാസ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അവരൊരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ FB പേജിന് അടിയിൽ സൈബർ സഖാക്കളും CPM-ന്റെ ഗുണ്ടകളും ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമോ എന്നാണ് CPM-ന്റെ സമുന്നതരായ നേതാക്കളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. അത്രത്തോളം മോശമായ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിലാണ് രമ്യ ഹരിദാസിന്റെ FB പേജിനടിയിൽ വന്നുകൊണ്ട് സൈബർ സഖാക്കളും സൈബർ ഗുണ്ടകളും CPM-ന്റെ വാടക ഗുണ്ടകളും ഇത്തരത്തിൽ മോശമായ അവഹേളനപരമായ സന്ദേശങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇതൊരിക്കലും കോൺഗ്രസിന്റെ സംസ്കാരമല്ല, കോൺഗ്രസ് ഇങ്ങനെ ചെയ്തിട്ടില്ല. അഥവാ ശൈലജ ടീച്ചർ പറയുന്ന തരത്തിൽ ഒരു അശ്ലീല വീഡിയോ ഉണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല. ശൈലജ ടീച്ചറാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അവർക്കെതിരെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നത്. എന്നാൽ ഇത്തരത്തിലൊരു വീഡിയോ ഉണ്ടോ എന്നുള്ളത് പോലും ആർക്കറിയില്ല. ഇത്തരം ഒരു വീഡിയോ ഉണ്ടെന്ന് പറയുന്നതിന്റെ യഥാർത്ഥ ഉറവിടം CPM തന്നെയാണ്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ തോക്കും എന്നുള്ള ഒരു നില വന്നു കഴിഞ്ഞപ്പോൾ ഏത് വിധേനയും സഹതാപ തരംഗം ഉയർത്തി രക്ഷപ്പെടുവാൻ വേണ്ടി ഇങ്ങനെയൊരു അശ്ലീല വീഡിയോ ചമച്ചിറക്കിയതാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. എന്തായാലും ഈ ഒരു അശ്ലീല വീഡിയോയുടെ പേരിൽ വടകരയിലെ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും? ശൈലജ ടീച്ചറിന് പ്രതികൂലമാകുമോ അനുകൂലമാകുമോ? ഷാഫി പറമ്പിൽ വിജയിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.